ശ്രീ വിനോദ് മങ്കര, ശ്രീ മനോജ് കുമാർ തൊടുപുഴ, ശ്രീ പി സത്യൻ, അജയൻ സാർ, പ്രൊഫസർ കെ മോഹൻദാസ്, ശ്രീ കെ വിജയൻ IPS. മലയാള സംഗീത ലോകത്തെ ഗാനഗന്ധർവനും പിന്നണി ഗായകനും കർണാടക സംഗീതജ്ഞനും 8 ദേശീയ പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യൻ യേശുദാസ് at 85 സ്വർലയ പാലക്കാട് സംഘടിപ്പിക്കുന്ന യേശുദാസ് at 85 ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി സ്വർലയുടെ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ മോഹൻദാസിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. സ്വരലയ അവതരിപ്പിക്കുന്ന യേശുദാസ് at 85 അതിനെ നമുക്കൊരു മ്യൂസിക്കൽ ബൊണൻസ എന്ന് വിളിക്കാം. അത് ആവിഷ്കരിച്ചിരിക്കുന്നത് സ്വരലയുടെ സെക്രട്ടറി കൂടിയായ ശ്രീ TR അജയനാണ്. ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കുന്നത്. ആദ്യമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം നടത്തുന്നത് നമുക്കൊക്കെ പരിചിതമായ ഞാൻ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന രാഗരത്നം ശ്രീ മണ്ണൂർ രാജകുമാരനുണ്ണി. തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് പാലക്കാട്ടുകാർക്ക് പരിചിതനായ പ്രശസ്ത സംവിധായകൻ നിരൂപകൻ വിനോദ് മങ്കര. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണം സംഗീത കോളേജ് പ്രിൻസിപ്പൽ ശ്രീ മനോജ് കുമാർ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ പരിപ്രേക്ഷ്യം ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമുക്കൊക്കെ പരിചിതനായ ശ്രീ സത്യനെ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് സ്വരലയുടെ വൈസ് പ്രസിഡൻ്റായ ശ്രീ പി വിജയൻ IPS. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിനൊക്കെ പുറമെ എൻ്റെ മുന്നിലിരിക്കുന്ന ആസ്വാദകരുടെ ഈ പ്രൗഢ സദസ്സ് അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. മോഹൻദാസർക്ക് നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി സ്വരലയ സെക്രട്ടറി അജയൻ സാറെ അതോടെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഉണ്ണേട്ടൻ, മോഹൻദാസ് സാർ, വിനോദ് മങ്കര, മനോജ് സാർ, കെ വിജയൻ, സത്യൻ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ഒരു അത്ഭുതമാണ് യേശുദാസ് എന്ന് നമുക്കൊക്കെ അറിയാം. യേശുദാസിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ പിറന്നാളിന്, ജന്മദിനത്തിന് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം 85 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വരലയ ഇന്ന് 70ഓളം ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 85 പാട്ടുകൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്കുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടി എന്നുള്ള നിലയിലാണ് നമ്മൾ ഇത് ആവിഷ്കരിക്കുന്നത്. മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത, മലയാള ചലച്ചിത്ര സംഗീതത്തിന് എന്നും വാഴ്ത്തപ്പെടുന്ന ഒരു പേരാണ് യേശുദാസ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 4 തലമുറകളായിട്ടുള്ള മലയാളികളുടെ പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, യാഥാർത്ഥ്യത്തിൻ്റെ ഒക്കെ ശബ്ദമായി യേശുദാസ് മാറിയിരുന്നു എന്നുള്ളതും നമുക്കറിയാം. നമ്മളെയൊക്കെ പ്രണയാതുരരാക്കിയ നിരവധി പാട്ടുകൾ നമുക്ക് തന്നത് യേശുദാസ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ദുഃഖാർദ്രമായ ഏറ്റവും വരികൾ നമ്മളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചതും യേശുദാസ് തന്നെയാണ്. ഒരുപക്ഷെ മലയാളികൾ ഉണരുന്നതും മലയാളികൾ ഉറങ്ങുന്നതും, കേരളത്തിലെ ദൈവങ്ങൾ പോലും ഉണരുന്നതുമൊക്കെ യേശുദാസിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയുമില്ല. ആ യേശുദാസ് ഇപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹം അമേരിക്കയിലാണ് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത്.
പല കാരണങ്ങളാൽ അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ തന്നെ മടിക്കുന്നു എന്നുള്ളതാണ് സത്യം. പല കാരണങ്ങളുണ്ട് അതിന്. പക്ഷേ അദ്ദേഹം മലയാളിക്ക് കാഴ്ചവെച്ച സംഭാവനകൾ വെച്ചുകൊണ്ട് അദ്ദേഹം എവിടെ ഇരുന്നാലും നമ്മൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിനുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വരലയ ഇങ്ങനെയൊരു പരിപാടി നമ്മൾ ആവിഷ്കരിച്ചത്. ആ ഗന്ധർവ ശബ്ദം മറ്റ് ഗായകരിലൂടെ നമുക്ക് പകർന്നു തരാനുള്ള ഒരു വേദിയാണ് സ്വരലയ ഒരുക്കിയിട്ടുള്ളത്. പാട്ടുകളാണ് ഇവിടെ പ്രധാനമെന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ ഇന്ന് രാത്രി 9 മണി വരെയെങ്കിലും ഉണ്ടായാലേ ഇത് തീരുകയുള്ളൂ എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ കഴിയുന്നത്ര സമയം നമുക്ക് അതിൽ നിന്ന് പാട്ടിന് വേണ്ടി മാത്രം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പാട്ടുകൾ കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അജയൻ സർക്ക് നന്ദി അറിയിക്കുന്നു. യേശുദാസ് 85 ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കർണാടക സംഗീതജ്ഞനും പിന്നണി ഗായകനുമായ രാഗരത്നം ശ്രീ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വളരെ പ്രിയപ്പെട്ടവരെ, സംഗീത ആസ്വാദകരെ, നേരത്തെ ശ്രീ അജയൻ സൂചിപ്പിച്ച പോലെ സംഗീതത്തിൻ്റെ ഒരു ദൈവം തന്നെയാണ് യേശുദാസ് എന്ന് പറയാം. കാരണം 2-3 തലമുറകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ വകയാണ്. അത് ഓരോരോ പാട്ടുകളും അത്ര പെർഫെക്ഷനോട് കൂടിയിട്ടും മെലഡിയോട് കൂടിയിട്ടുമാണ് പാടിയിട്ടുള്ളത്. അദ്ദേഹം ആദ്യം പാടിയിട്ടുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്. നമ്മൾ കേട്ടിട്ടുണ്ട്. MB ശ്രീനിവാസൻ്റെ മ്യൂസിക് ഡയറക്ഷനിലെ കാൽപ്പാടുകളിൽ പാടിയുള്ളത്. അതുമുതലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ജൈത്രയാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പ്രത്യേകം പറയാൻ കാരണമുണ്ട്. ഈ സംരംഭത്തിനെക്കുറിച്ച് ശ്രീ അജയൻ സാറിനെക്കുറിച്ചും അതുപോലെ സ്വരലയെക്കുറിച്ചൊക്കെ എല്ലാം മിനിഞ്ഞാന്ന് രാത്രി അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. ഡള്ളാസിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. വെരി ഗുഡ് എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു. പരിപാടിയിൽ 10-70 ഗായകർ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും അത്ഭുതമായി അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ദാസേട്ടൻ ഇങ്ങനെ എവിടെ വെച്ചിട്ടാണ് ചോദിച്ചു. മ്യൂസിക് കോളേജിലാണ് പറഞ്ഞു. ചെമ്പൈ മ്യൂസിക് കോളേജിലല്ലേ ചോദിച്ചു. അത് അതിലേറെ നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പാട്ടുകൾ പാടാൻ ഈശ്വരൻ തന്നിട്ടുള്ളൊരു അനുഗ്രഹം, ഇത്രയും പാട്ടുകൾ പാടിക്കഴിഞ്ഞു, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അത് കേൾപ്പിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 വരി പറയാം. ദാനേ ദാനേ പേ ലിഖേ ഹൈ, ദാനേ ദാനേ പേ ലിഖേ ഹൈ, ഖാനേ വാലേ കാ നാം. അതായത് നമ്മൾ കഴിക്കുന്ന ഓരോരോ ധാന്യത്തിലും, അരിമണി എന്തായാലും വിരോധമില്ല, അതിൽ ഇന്ന ആളിത് കഴിക്കണം എന്ന് പറഞ്ഞ് എത്രയോ യുഗങ്ങൾക്ക് മുമ്പേ തന്നെ വേണമെങ്കിൽ പറയാം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ വരികൾ പറഞ്ഞിട്ടുള്ളത് ദാനേ ദാനേ പേ ലിഖേ ഹൈ ഖാനേ വാലേ കാനാം. ഭക്ഷണം കഴിക്കുന്ന ആളുടെ പേര്. യേശുദാസ് എന്ത് ചെയ്തു പറയാം, അതിനെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി. ഗാനേ ഗാനേ പേ ലിഖേ ഹൈ ഗാനേ വാലേ കാനാം. പാട്ടുകൾ, ഓരോ പാട്ടുകൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇന്ന ആൾ പാടണം. അങ്ങനെയാണ് ഒരു പക്ഷേ എനിക്ക് ഇത്രയും പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ കഴിവൊന്നുമല്ല, അതങ്ങനെ വന്ന് പെട്ടു, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ ഗുരുനാഥന്മാരോടും സർവേശ്വരനോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക, അവരെ വന്ദിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് പറഞ്ഞു, നമുക്കിന്നത്തെ ഒരു ദിവസം ഏതായാലും ഒരു 3/4 മണിക്കൂർ സംസാരിച്ചു. കല്യാണി രാഗം ആണ് ഞാൻ രാവിലെ മുതൽക്ക്
റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ രാഗങ്ങളെടുത്ത് ചെയ്യണം. കല്യാണി രാഗം, കല്യാണി രാഗത്തിൻ്റെ മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ മേശ കല്യാണി, മേളകർത്ത രാഗം, പിന്നെ പൂർവി കല്യാണി, യമൻ കല്യാണി, മോഹന കല്യാണി, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉറക്കപ്പാടി, രാത്രി നല്ല ശബ്ദത്തിലാണ് പാടിയത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചക്രവർത്തിനി എന്ന് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു തന്നിട്ടുള്ള പാട്ട്, ഞാൻ പാടിയിട്ടുള്ള പാട്ട് ഹമീർ കല്യാണി എന്നാണ് പറയണത്. അപ്പോൾ കർണാട്ടിക് മ്യൂസിക് നോക്കുമ്പോൾ മുഴുവനും ഹമീർ കല്യാണി എന്ന് ചിലപ്പോൾ ചെറിയ ഡീവിയേഷൻ ഉണ്ടാവാൻ, അത് സാരമില്ല. കേദാർ എന്ന് പറയും, ഹിന്ദുസ്ഥാനി കേദാർ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, കേദാർ ശരി, കേദാരെന്ന് പറഞ്ഞിട്ടൊരു രാഗല്ലേ ദാസേട്ടാ ചോദിച്ചു. ഉവ്, അത് ഈ കർണാട്ടിക് പദ്ധതിയിൽ കേദാർന്ന് രാഗമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രാഗമാണ് കേദാരം. രമാ നീ പൈ. അപ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ വരികൾ ഓർമ്മയില്ല. അനുപല്ലവി എന്ന് പാടുവച്ചു, പാടിക്കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദക്ഷിണാമൂർത്തിയിലേക്ക് കയറിയ സംഗീതം അദ്ദേഹത്തിൻ്റെ വിചാരം. സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ ഒരു 10 തരത്തിൽ അദ്ദേഹം പറഞ്ഞു തന്നു. സ്വാമിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, സ്വാമി ഒരു പ്രാവശ്യം പറഞ്ഞു തന്ന് പിന്നെ വൈകുന്നേരം വന്ന് അതിൻ്റെ ബാക്കി പറഞ്ഞു തരുമ്പോൾ ആദ്യത്തെ ഭാഗം രാവിലെ പറഞ്ഞു തന്നതിനേക്കാളും കുറച്ച് വ്യത്യാസം വരുത്തറേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാവനയാണ്. അപ്പോൾ സ്വപ്നങ്ങളുടെ ആ ഷഹാന രാഗം വന്നത്, അതുപോലെ പൊന്മയിൽ മണിക്കച്ച, അത് ശങ്കരാഭരണത്തിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെ കുറേ എക്സാമ്പിൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. മഹാഗുരുക്കന്മാരാണ് നമുക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിനുള്ളൊരു ഭാഗ്യം ഗുരുനാഥന്മാരും ഈശ്വരനും അനുഗ്രഹിച്ചുണ്ടായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഗീതം പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് ഉപദേശമൊന്നുമല്ല, ഉപദേശം ചെയ്യാൻ ഞാൻ ആരുമല്ല, എങ്കിലും വളരെ വിനയത്തോട് കൂടിയിട്ട് സംഗീതത്തിനെ അപ്രോച്ച് ചെയ്യുക. മാത്രമല്ല, എത്ര പഠിച്ചാലും പിന്നെയും ബാക്കിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് യാതൊരു അഹങ്കാരം ഇല്ലാണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം സ്ലൈറ്റ് ന്യൂയാൻസസ് അതിൽ വരും. ഞാൻ അപ്പോഴും ചോദിച്ചു, ദാസേട്ടൻ ഈ സിനിമാ പാട്ട് പാടിയിട്ട് എന്താണ് അതിൽ പേര് കിട്ടി, പണവും കിട്ടി, വേറെ എന്തെങ്കിലും കിട്ടിയോ ചോദിച്ചു. വേറെ കിട്ടിയത് വേറൊന്നുമല്ല. ഇപ്പം കർണാട്ടിക് മ്യൂസിക്കിലൊരു രാഗം എടുത്തു, കാമ്പോജി. അതിൽ ഞാൻ കാട്ടിലെ പാഴ്വോളം തണ്ടിൽ നിന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഭാസ്കര മാഷ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ. ഈ സ്വാമി പറഞ്ഞു തന്നിട്ടുള്ള ന്യൂയാൻസസ് അതുപോലെ എൻ്റെ തൊണ്ടയിൽ വരണം. അല്ലെങ്കിൽ വേറെ ഏത് ഗാനായാലും അങ്ങനെ തന്നെയാണ്. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന കല്യാണി രാഗത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ അതുപോലെ നമുക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. അപ്പോൾ എന്താ വെച്ചാൽ കർണാട്ടിക് മ്യൂസിക്കിൽ പിന്നെ ഒരു ചിട്ടയുണ്ട്. ഇപ്പോൾ വാതാപി ഗണപതിയും ഭജ്ജെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവന അനുസരിച്ചിട്ട് അതിൽ ബേസിക്കായിട്ടുള്ള സ്ട്രക്ചറിന് കോട്ടം വരാണ്ട് ചെയ്യാം. ഇതിലത് പറ്റില്ല. വളരെ ഇപ്പോൾ രവീന്ദ്ര ജൈനായിരിക്കും, ദക്ഷിണാമൂർത്തി സ്വാമി ആയിരിക്കും, MS വിശ്വനാഥനായിരിക്കും, ദേവരാജ മാസ്റ്ററായിരിക്കും, അർജുന മാഷായിരിക്കും, രാഘവ മാഷായിരിക്കും, ജോൺസൺ ആരോ ആയിക്കോട്ടെ, അവർ പറഞ്ഞ അതേ ഡിറ്റോ വരണം നമ്മുടെ തൊണ്ടയിൽ. അപ്പോൾ അത് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ചോദിച്ചു. ഒരു പൊസിഷൻ വരെ ഞാൻ പാടാം, അവിടെ നിന്ന് അപ്പുറം എനിക്ക് പറ്റുന്നില്ല, അപ്പോൾ എൻ്റെ വകയായിട്ട് ഞാൻ പാടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒരാൾ സമ്മതിക്കില്ല. അപ്പോൾ ആ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തന്നിട്ടുള്ള അതേ ന്യൂയാൻസസ് തൊണ്ടയിൽ വരണമെങ്കിൽ വീട്ടിലിരുന്നിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു സരിഗമ പധനിസ സരിതപമ ഗിരിസൻ, ഇതിൻ്റെ ഇടയിൽ വരുന്ന നോട്ട്സിൻ്റെ മൈക്രോ ടോണിക് നോട്ട്സ് അടക്കം നമ്മുടെ തൊണ്ടയിൽ വരുത്താൻ നമ്മൾ പരിശ്രമിക്കണം. ചിലപ്പോൾ ചെറിയ ഡീവിയേഷൻ വരും, അതൊക്കെ ഉൾക്കൊണ്ട് പാടണം. അത് കുറേ മ്യൂസിക് ഡയറക്ടർ അടുത്ത് ഇങ്ങനെ സംഗീതം പാടാൻ ഉള്ള ഒരു അവസരം കിട്ടിയോണ്ട് കുറേയൊക്കെ ശരിയായി. അതാണ് സിനിമാ പാട്ട് പഠിച്ചതിൻ്റെ, സിനിമാ പാട്ട് പാടാൻ സാധിച്ചതിൽ എനിക്ക് കിട്ടിയ ഗുണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ചക്രവർത്തിനിയൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ട് അതിൽ കേദാർ എങ്ങനെ സന്നിവേശിച്ചിട്ടുണ്ട് എന്നെല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞു. പ്രതിമധ്യമത്തിൻ്റെ പ്രത്യേകത, പ്രതിമധ്യമം നമ്മൾ കേൾക്കണ പ്രതിമധ്യമം മാത്രമല്ല, അതിനപ്പുറവും അപ്പുറവും ചെറുതായി ചലിച്ചാൽ വളരെ വ്യത്യാസം വരണ ഒരു ഭാവം വരുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ട് പാടണം. രാത്രി 12 മണിയായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അജയൻ സാറിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാൻ മറ്റന്നാ ഇത് പോകണം. ഞാൻ ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്തു. അതെയോ, എല്ലാവരോടും എൻ്റെ എന്താ പറയണ്ടേ അഭിനന്ദനങ്ങളോ ആശംസകളോ എന്താ വെച്ചാൽ പറയണം. വളരെ നന്നാവട്ടെ പ്രോഗ്രാം, പാലക്കാട്ടും അല്ലേ, അതുകൊണ്ട് നന്നാവും, ഓഡിയൻസും ഉണ്ടാവും, കുട്ടികളൊക്കെ നന്നായി പാടട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടി നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വരാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ വിസ്തരിച്ച് ഇനി നാളെ ഇന്ന് രാത്രി അദ്ദേഹത്തിനെ പറഞ്ഞ് അദ്ദേഹത്തിനോട് പറയും. അപ്പോൾ ഏതായാലും സമയം വഴിയിക്കുന്നില്ല. ഇനിയും ഇതാക്കാണ്ട് പാട്ട് കേൾക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും എളിയ സംഗീതത്തിൽ വാസനയുള്ള എന്നെ
ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അജയ് സാറിനോടും പ്രത്യേകിച്ച് അവരുടെ ഫാമിലി മെമ്പർ തന്നെയാണ് ഞാൻ, സ്വരളയ കുടുംബാംഗം തന്നെയാണ്. എങ്കിലും എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സംഗീതം കേട്ടിട്ട് വളരാനും നല്ല സംഗീതം പാടാനും ഉള്ള ബലറാമൊക്കെ ഇരിക്കേണ്ട എല്ലാവരും ഒരു അവസരം ഇനിയും കൂടുതൽ ഉണ്ടാവട്ടെ, അതിന് എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിനോദ് ഭയങ്കര വിസ്തരിച്ച് പറയും. എൻ്റെ ഒരു സ്വന്തം താഴെയുള്ള അനിയനെ പോലെ ഒരു സ്നേഹമുള്ള ആളാണ്. സംഗീതം യേശുദാസിൻ്റെ സംഗീതത്തിനെക്കുറിച്ച് മലയാള ഗാനങ്ങളെക്കുറിച്ചും വിസ്തരിച്ച് പറയുക. കാരണം ഞാൻ അതിലേക്ക് ഒട്ടും കടക്കുന്നില്ല. എല്ലാവർക്കും മോഹൻദാസ് ആണെങ്കിൽ കർണാടക സംഗീതത്തിൽ വളരെ പണ്ഡിതനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ബാക്കിയത് വിജയൻ, എല്ലാവരും ഉണ്ട്. ഒരാളുടെ പിന്നെ മനോജ് കുമാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, വലിയ വയലിനിസ്റ്റാണ്. എനിക്ക് വായിച്ചിട്ടുണ്ട്, ഇവിടെ അക്കാഡമിയിലത്തെ പ്രിൻസിപ്പളാണ്. അങ്ങനെ എല്ലാവരും തന്നെ വളരെ യോഗ്യന്മാരാണ്. പിന്നെ ഇദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ നടക്കുന്ന എല്ലാ പരിപാടികളും വളരെ ഗംഭീരമായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് യൂട്യൂബിലിട്ടിട്ട് എല്ലാവർക്കും ലോകം മുഴുവൻ കേൾപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് സത്യൻ. അദ്ദേഹം ഒരു പ്രതിഫലം ഇച്ഛിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ് നമ്മളെയൊക്കെ കേൾപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെ എല്ലാവർക്കും അജയ് സാറാണ് ഇതിൻ്റെയൊക്കെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയാം. അദ്ദേഹത്തിനെ വെച്ച് പറയല്ല, അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും പാലക്കാട്ട് നടക്കില്ല. അത് ഞാനും വിനോദ് പങ്കരായിട്ട് പറയുമായിരുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ടത്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കയ്യിൽ നിന്ന് പണം ചിലവാക്കണം, ഓർഗനൈസേഷൻ ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പങ്ക്ച്വാലിറ്റി നമ്മൾ കണ്ടു പഠിക്കണം. എല്ലാം കൊണ്ടും നല്ലൊരു പ്രഭാതമായി ഇന്നത്തെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. യേശുദാസ് 85 പൂർണ്ണദിന സംഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു രാഗരത്നം ശ്രീ മണ്ണൂർ രാജഗോപാലിനെ നന്ദി അറിയിക്കുന്നതോടൊപ്പം മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും സംഗീത നൃത്ത നിരൂപകനുമായ ശ്രീ വിനോദ് മങ്കരെ ക്ഷണിക്കുന്നു. യേശുദാസും മലയാള സംഗീതവും. പ്രിയമുള്ളവരെ, മുഖ്യപ്രഭാഷണം എന്നുള്ളതൊക്കെ എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നൊരു കാര്യമാണ്. ഞാൻ അജയേട്ടൻ്റെ ഭീഷണിയുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് മാത്രം തിരുവനന്തപുരത്ത് നിന്ന് ഓടി വന്ന ഒരാളാണ്. എന്തെങ്കിലും എഴുതാനൊക്കെ അറിയാമെങ്കിലും പ്രഭാഷണത്തിന് അങ്ങനെ മുതിരാറില്ല. എങ്കിലും യേശുദാസിൻ്റെ 85ാമത്തെ പിറന്നാൾ ദിനത്തിൽ സ്വരലയുടെ ഈ സമ്മോഹനമായ വേദിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. മണ്ണൂർ രാജകുമാരണി മാഷെ പോലുള്ള വ്യക്തിത്വം ഇത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് തന്നെ ഈ പ്രൗഢഗംഭീര സദസ്സിൻ്റെ ഗാംഭീര്യം നമുക്ക് മുന്നിൽ വിളിച്ചോതുകയാണ്. 15ാം നൂറ്റാണ്ടിൽ ഗജകേസരിയായ ഒരു ജർമ്മൻ ശാസ്ത്രകാരനായിരുന്നു ജോനാസ് കെപ്ലർ. അദ്ദേഹത്തിൻ്റെ ചലന നിയമങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നും റോക്കറ്റുകൾ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വലിയ ശാസ്ത്ര സഞ്ചയം നമുക്ക് മുന്നിൽ ഒരു പുസ്തകമായിട്ട് ഇന്ന് വിളങ്ങുന്നുണ്ട്. ആ പുസ്തകം പറയുന്നത് സൗരയൂഥ ഗോളങ്ങൾ ഈ അനന്തമായ കാലത്തിലൂടെ, അനന്തമായ സ്പേസിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവ ശ്രുതിശുദ്ധമായി, രാഗശുദ്ധമായി, താളശുദ്ധമായി യാത്ര ചെയ്യുകയും ഒരു പ്രത്യേക തരത്തിലുള്ള രാഗസരോവരം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് കെപ്ലർ ആ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇത് പല കാലങ്ങളിൽ പല ആളുകൾ കൂട്ടുകയും കിഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് 2 വർഷം മുമ്പ് ജർമ്മനിയിൽ തന്നെ ഇദ്ദേഹം എഴുതിയ ഈ നൊട്ടേഷൻസ്, ഓരോ ഗോളങ്ങളും സ്പേസിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ നൊട്ടേഷൻസ് എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അതുപ്രകാരം ഒരു ഓർക്കസ്ട്ര തയ്യാറാക്കുകയും അത് പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഗോളങ്ങൾക്ക് പാടാൻ കഴിയുന്നുണ്ടെന്നും പാടിക്കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ മുന്നോട്ട് പോകുന്നതും ഉണ്ട് എന്നുള്ളതും ആണ് കെപ്ലർ വിഭാവനം ചെയ്ത ആ വലിയ ശാസ്ത്ര സത്യത്തെ നാം ഇന്ന് മനസ്സിലാക്കുന്നത്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മാക്രോ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു മൈക്രോ കോസത്തിലേക്ക് വന്നാൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ, ഒരിടത്തിൻ്റെ തന്നെ ആത്മാവായി വിളങ്ങുന്ന
അതിൻ്റെ ഭാഷയുടെ നടുവിൽ ഒരു വ്യക്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി എത്രമാത്രം ആ ദേശത്തെയും ആ ഭാഷയെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ 85ാം പിറന്നാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. KJ യേശുദാസ് എന്ന ആ മഹത് വ്യക്തിത്വമാണ് മലയാള ഭാഷയുടെ മധ്യത്തിൽ നിൽക്കുന്ന ആ അതികായൻ. ഒരു കാലത്ത് വയലാറിൻ്റെയും ഭാസ്കരൻ മാഷുടെയും ONVയുടെയും ഒക്കെ കടുകട്ടിയായ സംസ്കൃതത്തിലും അതുപോലുള്ള മണിപ്രവാള ഭാഷയിലുമൊക്കെ എഴുതിയ കവിതകളുടെ ചില പദങ്ങൾ മലയാളിക്ക് മനസ്സിലായില്ലെങ്കിലും അവന് എല്ലാ തരത്തിലും അത് മനസ്സിലാവുകയുണ്ടായി. പുഷ്പപാതുകം പുറത്തു വെച്ചു നീ നഗ്നപാതയായി അകത്ത് വരൂ എന്ന് യേശുദാസ് പാടിയപ്പോൾ ഈ പുഷ്പപാതുകം എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. എല്ലാവർക്കും അത് മനസ്സിലായി. ആ സംസ്കൃത ഭാഷ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഒരു ശബ്ദ സൗകുമാര്യം അനുഗമിച്ചു, നമ്മളെയെല്ലാം അനുഗമിക്കുകയും അങ്ങനെ ഒരു നാടിൻ്റെ ശബ്ദമായി മാറുകയും ചെയ്തു ദാസേട്ടൻ എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു സത്യം. അതുകൊണ്ടാണ് MN വിജയൻ എന്നുള്ള വലിയ മനീഷി പറഞ്ഞത് യേശുദാസ് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് എന്നുള്ളത്. അതെല്ലാ അർത്ഥത്തിലും ശരിയാണ് താനും. അജയേട്ടനൊക്കെ പറഞ്ഞതുപോലെ നാം ഉണ്ണുന്നതും ഉറങ്ങുന്നതും നാം സ്വപ്നം കാണുന്നതും പ്രണയിക്കുന്നതും നമുക്കൊന്ന് പൊട്ടിക്കരയണമെങ്കിൽ പോലും യേശുദാസിൻ്റെ ശബ്ദം വേണം, ആ ശബ്ദമാധുരി വേണം എന്നുള്ളൊരവസ്ഥയിലേക്ക് നാം ഏറെ വളർന്നു. ഹിന്ദി റഫിയെയൊക്കെ മാറ്റിയപ്പോഴും പഴയ ഗുരുക്കന്മാരെ തമിഴിൽ നിന്നും മാറ്റിയപ്പോഴും മലയാളം യേശുദാസിൻ്റെ ശബ്ദമാധുരിയെ മുറുകെ പിടിക്കുകയാണ് ചെയ്തത്. പുതിയ കാലത്തിലേക്ക് വരുമ്പോഴും എന്തിനാണ് നാം ഇത്രയധികം ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ യേശുദാസിൻ്റെ പാട്ടുകൾ ഇന്നും കുട്ടികൾ പാടുന്നത് എന്തുകൊണ്ടാണ്? ആ പഴയ പാട്ടിലേക്ക് നാം ആനയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എത്രയോ പുതിയ പാട്ടുകൾ ഉണ്ടാവുന്നു. എങ്കിലും നാം പുതിയ പാട്ടുകളുടെ ഒരു വഴിയോരത്ത് നിന്നും പഴയ പാട്ടിൻ്റെ ആ സമുദ്രത്തിലേക്ക് എന്തിനാണ് നിരന്തരം യാത്ര ചെയ്തത് എന്നുള്ളത് നാം നന്നായിട്ട് തന്നെ ആലോചിക്കണം. അപ്പോഴാണ് യേശുദാസ് എന്നുള്ള ആ ഒറ്റ മരത്തിൻ്റെ, ആ ഒറ്റ ഹൃദുവിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കുന്നത്. അദ്ദേഹം പല ഗുരുക്കന്മാരുടെ കീഴിൽ ചെമ്പൈ മുതൽ ചെമ്മാങ്കുടിയിലൂടെ കടന്നു, അങ്ങനെ പല ഗുരുക്കന്മാരിലൂടെ പല ബാണിയിലൂടെ കടന്നുപോയിട്ടും യേശുദാസ് തൻ്റേതായിട്ടുള്ള ഒരു സൗകുമാര്യ ബാണി സൃഷ്ടിക്കുകയും തൻ്റേതായിട്ടുള്ള ബാണിയിൽ ഉറച്ചു നിൽക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു കെൽപ്പ് നേടിയ ഒരു സംഗീതജ്ഞനാണ് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം. ബോംബെയിലെ ഷൺമുഖാനന്ദ ഹാളിൽ നടത്തിയ ഒരു കച്ചേരി കഴിഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഗുരു ചെമ്പൈ അദ്ദേഹത്തിന് കിട്ടിയ ആ പൊന്നാട സ്റ്റേജിൽ കയറിക്കൊണ്ട് യേശുദാസിനെ അണിയിക്കുകയും ഇവനാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യൻ എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കഥ നമുക്കറിയാം. ആ സംഗതിയുടെ ഇങ്ങേപ്പുറത്ത് യേശുദാസിൻ്റെ 33ാമത്തെ വയസ്സിൽ 33ാമത്തെ പിറന്നാൾ ആഘോഷത്തിൽ ചെമ്പൈ സമ്മാനിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ തമ്പുരുവായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. ആ തമ്പുരു കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് സിനിമാ ഗാനങ്ങളുടെ പ്രയോക്താവ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ തരുന്നത്, ഇത് കർണാടക സംഗീതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു പ്രയോക്താവായി നീ മാറുകയും ചെയ്യണമെന്നുള്ള ഒരു ഭീഷണി സ്വരവും കൂടി ആ തമ്പുരുവിൽ ചേർത്തുകൊണ്ടാണ് ചെമ്പൈ അദ്ദേഹത്തിന് നൽകിയത്. പക്ഷേ ഇതിനെ രണ്ടിനെയും, സിനിമാ സംഗീതത്തെയും തൻ്റേതായിട്ടുള്ള ബാണിയിൽ സൃഷ്ടിച്ച കർണാടക സംഗീതത്തെയും അദ്ദേഹം ഒരുപോലെ തൻ്റെ ജീവിതത്തിലുടനീളം കൊണ്ടു നടന്നു എന്നുള്ളതാണ്. ഒരിക്കൽ സൂര്യ ഫെസ്റ്റിവലിന് എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കനകാംഗി എന്നുള്ള ഒരു രാഗം ആലപിക്കുകയാണ്. മേളകർത്ത രാഗത്തിലെ കനകാംഗി രത്നാംഗി എന്ന് തുടങ്ങുന്ന ആദ്യ മേളകർത്ത രാഗത്തിൽ കനകാംഗിയിൽ അദ്ദേഹം രാഗം ആലപിക്കുന്നതിന് മുമ്പായി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ കനകാംഗിയുടെ പിന്നിൽ യാത്ര ചെയ്യുകയാണ്.
ഇതെനിക്ക് ഇനിയും പിടികിട്ടാത്ത രാഗമായി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ 4 വർഷക്കാലം ഇതിനെ അതിഗാഢമായി പഠിക്കുകയും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഇതിൽ സംതൃപ്തനല്ല, ഞാൻ ഇപ്പോഴും ഈ രാഗത്തെ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്നത് അവതരിപ്പിച്ചത്. അത്രയും ആഴത്തിൽ, അത്രയും ഗാഢമായി ഒരു രാഗത്തിന് പുറകെ യാത്ര ചെയ്യാൻ കഴിയുന്ന എത്ര സംഗീതജ്ഞർ നമുക്കുണ്ട് എന്നുള്ളത് നാം പലതവണ ആലോചിക്കണം. രവീന്ദ്ര ജെയിൻ എന്നുള്ള ഒരു വലിയ സംഗീതജ്ഞനും കവിയുമൊക്കെ ആയ ഒരു മനുഷ്യയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം അന്ധനാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയാണെങ്കിൽ എനിക്ക് ആദ്യം കാണേണ്ടത് KJ യേശുദാസ് എന്നുള്ള ആ മഹാഗായകനെ ആണ് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ആ ശബ്ദം നമ്മുടെ ഓരോ വ്യക്തിയെയും, മലയാളിയെയും അടയാളപ്പെടുത്തുകയാണ് ലോകത്തിൻ്റെ മുൻപിൽ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എനിക്ക് 2-3 തരത്തിൽ യേശുദാസ് എന്നുള്ള ഈ വലിയ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന്, 2007 എനിക്ക് ആദ്യത്തെ ഡോക്യുമെൻ്ററിക്കുള്ളൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സമയത്ത്, അന്ന് MA ബേബിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി, VS അച്യുതാനന്ദൻ ആണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനത് വാങ്ങിക്കുന്നത്. അപ്പോൾ അന്ന് വളരെ അതികഠിനമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു അന്ന് ആ ഡോക്യുമെൻ്ററികൾക്ക് ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം വന്നത്, അവസാന റൗണ്ടിൽ 2 ഡോക്യുമെൻ്ററികളായിരുന്നു. ഒന്ന് ഞാൻ രവിവർമ്മയെക്കുറിച്ച് ചെയ്ത ബിഫോർ ദ ബ്രഷ് ഡ്രോപ്ഡ് എന്നുള്ള ഡോക്യുമെൻ്ററിയും, രണ്ടാമത്തെ ഷാജീൻ കരുൺ എന്നുള്ള ഒരു വലിയ ലോക ചലച്ചിത്രകാരൻ്റെ AKG എന്നുള്ള ഫിലിമുമാണ്. ഇത് രണ്ടും കൂടിയാണ് അവസാന മത്സരത്തിൽ വന്നത്. പക്ഷേ എനിക്കാണ് അതിന് സമ്മാനം കിട്ടാനുള്ളൊരു ഭാഗ്യമുണ്ടായത്. ആ സമയത്ത് അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് MA ബേബി എൻ്റെ തോളിൽ സ്റ്റേജിൽ വെച്ച് തട്ടുകയും ഞാൻ ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് തിരിച്ചു പോകുമ്പോൾ ഒരു ഘനഗംഭീര ഒരു സ്വരം ഞാൻ കേട്ടു. അതെൻ്റെ കാതിൽ ഇന്നും അലയടിക്കുന്നുണ്ട്. അത് യേശുദാസിൻ്റേതായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ തരത്തിലും മിടുക്കനാണ് നീ. അത് ഞാൻ പിന്നീട് 2 ചലച്ചിത്രങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ പാടിക്കുമ്പോഴും ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട് ആ സ്റ്റേജ് വെച്ച് ഞാൻ പറഞ്ഞത്. കാരണം അതൊരു യഥാർത്ഥത്തിലുള്ളൊരു മത്സരമായിരുന്നു. അതിൽ വിജയിക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് ആ അഭിനന്ദനം തന്നത് എന്നുള്ളത്. അത് എനിക്ക് എന്നത്തെയും ഒരു ഓസ്കാറായിട്ട് ഞാൻ കരുതും. എൻ്റെ ആദ്യത്തെ ചലച്ചിത്രം 2010 കരയിലേക്കൊരു കടൽ ദൂരം എന്നുള്ള ഒരു ചിത്രം ഞാൻ സംവിധാനം ചെയ്തപ്പോൾ അന്ന് ONVയും M ജയേന്ദ്രനും കൂടി അതുവരെ യോജിച്ചിരുന്നില്ല. അവരുടെ ഒരു സംഗമവേദിയാവട്ടെ ഈ സിനിമ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുകയും ONV സാറെ കൊണ്ട് പാട്ട് എഴുതി വാങ്ങിക്കുകയും അത് ചെന്നൈയിൽ വെച്ച് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കാനുള്ളൊരു പ്ലാൻ എടുക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ തീയതി കുറിക്കുകയും ചെയ്തപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, 2 മണിക്ക് ഉച്ചയ്ക്ക് റെക്കോർഡിംഗ് ആണ്, ആ സമയത്ത് പിന്നെ ബാക്കിയുള്ളവർക്ക് അവിടെ വരാം. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് റെക്കോർഡിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ദാസേട്ടൻ എപ്പോഴും ബിഫോർ ടൈമിൽ സ്റ്റുഡിയോയിൽ വരുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം 12 മണിക്ക് വന്ന് റെക്കോർഡിംഗ് ഏകദേശം പൂർത്തിയാക്കി. അപ്പോൾ വാതിലടച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അകത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം M ജയേന്ദ്രനോട് പറഞ്ഞു, ഈ റൂമിനകത്തേക്ക് പ്രൊഡ്യൂസറായാലും ഡയറക്ടറായാലും കയറാൻ പറ്റില്ല എന്നുള്ളൊരു കാർക്കശ സ്വരമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി. ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ എവിടെയോ കിടക്കുന്ന ഈഗോ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരു നട്ടുച്ചയായിരുന്നത്. ഈ തീരുമാനത്തിനിടയ്ക്ക് പെട്ടെന്ന് ഡോർ തുറക്കുകയും ദാസേട്ടൻ തന്നെ ആ സ്റ്റുഡിയോയുടെ പുറത്തേക്ക് വന്ന് സംവിധായകൻ അകത്തേക്ക് വരൂ എന്ന് പറയുകയും അതോടെ എൻ്റെ എല്ലാ ഈഗോയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ സമസ്താപരാധം നമസ്കരിക്കുകയും ഒക്കെ ചെയ്ത ആ ദിവസത്തെക്കുറിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ റെക്കോർഡ് ചെയ്ത് വെച്ച ഹൃദയത്തിൻ മധുപാത്രം
സഖിനീയൻ എന്നുള്ള തുടങ്ങുന്ന ആ മനോഹര ഗാനമുണ്ടല്ലോ, ഇത് കൺസോൾ കേൾക്കുന്ന സമയത്ത് ഞാൻ അതുവരെ ഇല്ലാത്തൊരു ഒരു മാധുരിയിൽ അഭിരമിക്കുകയും എനിക്ക് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദം ഞാൻ കേട്ടു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പാട്ട് ഞാൻ പാടിയപ്പോൾ എനിക്ക് ദേവരാജൻ മാഷുടെ മറ്റു പല പാട്ടുകളും പാടുന്ന ഒരു അവസരത്തിലേക്ക്, ആ ഓർമ്മയിലേക്ക് ഞാൻ തിരിച്ചു പോകുകയാണ് ഉണ്ടായത്. സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ എന്ന് തുടങ്ങുന്ന ആ മനോഹര ONV ഗാനത്തിൻ്റെ ഒരു അനുരണനം ഈ ONV ഗാനത്തിലും ഇല്ലേ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ആ സന്തോഷം ഞങ്ങൾക്കുമായി പങ്കുവയ്ക്കുകയും അതിനുശേഷം ഇത്രയും മനോഹരമായ ഒരു ഗാനം എനിക്ക് പാടാൻ ഇത്രയും കാലത്തിന് ശേഷം, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഗാനത്തിന് ശേഷം ഇത്രയും മനോഹരമായ ഒരു ഗാനം ഞാൻ പാടുന്നത് 2010 എന്ന് പറയുകയും ഞങ്ങൾക്കെല്ലാം മധുരം വിതരണം ചെയ്യുകയും ചെയ്ത ഒരു നട്ടുച്ചയായിരുന്നു ആ ചെന്നൈ ദിനം. അത് ഓർമ്മയിൽ നിന്നും മറക്കില്ല. മറ്റൊന്ന്, 2-3 വർഷങ്ങൾക്ക് ശേഷം കാംബോജി എന്നുള്ള മറ്റൊരു ചിത്രത്തിലേക്ക് വന്നപ്പോൾ, കാംബോജിയുടെ പ്രൊഡ്യൂസർ ലക്ഷ്മിജി ഇവിടെയുണ്ട്. ഈ പടം ചെന്നൈയിലെ AR റഹ്മാൻ സ്റ്റുഡിയോയിലാണ് ഞങ്ങളത് റെക്കോർഡ് ചെയ്തത്. അന്നും ദാസേട്ടൻ വളരെ തിരക്കുകൾക്കിടയിൽ അമേരിക്കയിൽ നിന്ന് വന്നൊരു ദിവസമായിരുന്നു. അന്ന് രാത്രിയാണത് റെക്കോർഡ് ചെയ്യുന്നത്. അന്ന് സ്റ്റുഡിയോയിലേക്ക് കടന്നു വന്ന അദ്ദേഹം എന്തുകൊണ്ടോ അലോസരങ്ങൾ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞങ്ങൾക്ക് വായിക്കാനിടയാവുകയും അദ്ദേഹം എല്ലാവരോടും തർക്കിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നൊരു കാര്യമുണ്ട്, മുമ്പ് പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദേവരാജ മാഷ് 1-2 തവണ അത് പ്രസംഗിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ദാസിൻ്റെ രോഷം മാറണമെങ്കിൽ ചെമ്പയുടെ പേര് എടുത്തിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചെമ്പൈ കാംബോജി രാഗത്തിലുള്ള ഏതെങ്കിലും കൃതികൾ ദാസേട്ടനെ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് വെറുതെ ചോദിക്കുകയും ചെയ്തു. ഒരു ആവശ്യവുമില്ലാത്തൊരു ചോദ്യമായിരുന്നു അത്. അതിനുശേഷം ഉണ്ടായത്, ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. അദ്ദേഹം കാംബോജി രാഗത്തിലുള്ള അനവധി കൃതികൾ ആ കൺസോളിൽ വെച്ച് പാടിത്തരികയാണ്. ഇപ്പം ഈ ലിറിക്സ് കയ്യിൽ വെച്ചുകൊണ്ട് ശ്രുതി ചേരുമോ എന്നുള്ള ഗാനമാണ് അദ്ദേഹം പാടാൻ പോകുന്നത്. അതിൻ്റെ ഒരു വരി പാടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ചെമ്പൈ സ്വാമി എന്നെ പഠിപ്പിച്ച ഈ കാംബോജി രാഗം അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പാടും. അത് കഴിഞ്ഞ് ഒരു വരി റെക്കോർഡ് ചെയ്യും, വീണ്ടും കാംബോജിയിലുള്ള വേറൊരു കീർത്തനം പാടും. അന്നുണ്ടായത് വളരെ ഫ്രീ ആയിട്ട് ഞങ്ങൾ 1 മണിക്കൂറോളം കാംബോജി രാഗ കച്ചേരി കേട്ടു എന്നുള്ളതാണ്. അതാണ് ആ ഒരു സോങ്ങിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ സംഭവിച്ചത്. അതൊരു യഥാർത്ഥ സംഗീതോപാസകന് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനൊക്കെ ശേഷം 2018 ഞാൻ ദേശീയ അവാർഡ് ജൂറിയിൽ അംഗമായി ഇരിക്കുന്നൊരു സമയത്ത്, അന്ന് ദാസേട്ടന് 8ഓളം നാഷണൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 12 വർഷത്തെ ഗ്യാപ്പാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊന്നും ദേശീയ അവാർഡിന് പരിഗണിക്കുകയോ അയക്കുകയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ആ സമയത്താണ് രമേഷ് നാരായൺ ചെയ്ത വിശ്വാസപൂർവ്വം മൻസൂർ എന്നുള്ള സിനിമയിലെ ഒരു ഗാനം ഞങ്ങളുടെ ഡെസ്കിൽ ഇത് വരുന്നത്. അന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ജൂറി അംഗം ഇളയരാജ പാടിയ ഒരു പാട്ടിന് വേണ്ടി വളരെ കാര്യമായിട്ട് വാദിക്കുകയും മ്യൂസിക് ഡയറക്ടറും ഗായകനും എല്ലാം ഒരാൾ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയത്ത് ഞാൻ എഴുന്നേറ്റ് ദാസേട്ടന് വേണ്ടി വാദിക്കുകയാണ്. ദാസേട്ടന് വേണ്ടി വാദിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ പല പല സ്വാധീനങ്ങളുടെ ഒരു വലയം എപ്പോഴുണ്ടാവും നാഷണൽ അവാർഡിനകത്ത്. ഇതിനകത്ത് നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മൾ പ്രോപ്പറായിട്ടത് അവതരിപ്പിക്കുകയും നാം സംസാരിക്കുകയും നാം അവരുടെ
ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ സ്വരത്തെ ആ ഡെസിബൽ ഉയർത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അത് വർക്കൗട്ട് ആവുക. ആ തരത്തിൽ ഞാൻ എഴുന്നേറ്റ് ഈ ഫയൽ മുഴുവൻ എടുത്ത് വലിച്ചെറിഞ്ഞ് ഞാൻ വാക്കൗട്ട് ചെയ്യുന്നുണ്ട്. വാക്കൗട്ട് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ 2 സുഹൃത്തുക്കളും ഒപ്പം എൻ്റെ കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ ഈ ജൂറി നടക്കില്ല എന്നുള്ളത് ഉറപ്പായി. അവസാനം ഇത് കോംപ്രമൈസിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു, ഒരു തരത്തിലും അത് ഇളയരാജ ചെറിയ ഗായകനോ സംഗീതജ്ഞനോ ആയതുകൊണ്ടല്ല, ഈ നമ്മുടെ മുന്നിൽ വന്ന ഈ പാട്ടുകളിൽ ഈ വിശ്വാസപൂർവ്വം മൻസൂർ എന്നുള്ള ഈ സിനിമയിലെ ദാസേട്ടൻ്റെ പാട്ട് ഏറ്റവും മികച്ചതാണ്. അതിന് ഈ വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ സാധ്യത മങ്ങുകയാണ്. ഇത് കിട്ടുക വേണം, ഇല്ലെങ്കിൽ ഇത് പുറത്ത് ചെന്ന് പ്രസ് മീറ്റ് വിളിക്കും എന്നൊരു ഭീഷണി സ്വരവും കൂടി ആയപ്പോൾ ആ അവാർഡ് യേശുദാസിലേക്ക് വരികയാണ്. അത് ഒരു വലിയ സന്തോഷമായിട്ട് എനിക്ക് പറയാൻ കഴിയും. അങ്ങനെ ദാസേട്ടൻ ജീവിതത്തിൽ ഉടനീളം കുട്ടിക്കാലം മുതലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ദാസേട്ടൻ്റെ പാട്ട് കേട്ട് ഉണരുകയും, അന്ന് ഈ കൊളാമ്പി പാട്ടുകൾ കേൾക്കുന്നതിന് വേണ്ടി സ്കൂൾ യുവജനോത്സവം വരെ കാത്തു നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം വരെ കാത്തു നിൽക്കണമായിരുന്നു. അതിൽ മുഴുവൻ യേശുദാസിൻ്റെ പാട്ടുകളാണ് ഉണ്ടാവുക. പിന്നീട് കുറച്ചു കാലം ജേർണലിസ്റ്റിന് വേണ്ടി എറണാകുളത്ത് പഠിക്കുന്നൊരു കാലത്ത് അന്ന് ബസ് കയറി പോകുമ്പോൾ പല ഭാഗത്തു നിന്നും കേട്ടിരുന്ന പാട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം യേശുദാസിൻ്റെ തരംഗിണിയിൽ നിന്നും വരുന്ന ലളിതഗാനങ്ങളായിരുന്നു. ഉത്രാടപ്പൂനിലാവേ വാ എന്നൊക്കെ തുടങ്ങുന്ന ആ ലളിതഗാനങ്ങളുണ്ടല്ലോ. ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ, ഒരു വീണപൂവിൻ്റെ കഥയാണു ഞാൻ എന്നുള്ള തുടങ്ങുന്ന ആ വരികളും ആ സംഗീതവും ആ ആലാപന മാധുരിയും ഒക്കെ പല പല മിൽമ ബൂത്തിൽ നിന്ന് പോലും കേൾക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തരംഗിണിയെ ഒരു ലളിതഗാനത്തിൻ്റെയും ഭക്തിഗാനത്തിൻ്റെയും ഒക്കെ ഒരു ചതുരത്തിനകത്ത് നിർത്താനും അത് മലയാളിയിലേക്ക് സന്നിവേശിപ്പിക്കാനും മലയാളിയെ കൊണ്ട് ലോകത്തോട് സംവദിക്കാനും ഒക്കെ പ്രാപ്തി തന്ന ഒരു ഗായകനേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമ്മളിപ്പോഴും മറ്റു ഗായകരെക്കുറിച്ച് പറയുമ്പോൾ അവരിൽ എത്ര ശതമാനം യേശുദാസ് ഉണ്ട് എന്ന് നാം വെറുതെയെങ്കിലും ആലോചിച്ചു പോകുന്നതിന് കാരണം അതായിരുന്നു. ഈ വലിയ സംഗീതജ്ഞൻ കാരണം ജീവിച്ച ഒരുപാട് പേരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡൽഹിയിൽ. എൻ്റെ കൂടെ ജേർണലിസം കഴിഞ്ഞ ഒരാളായിരുന്നു. അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും, ഡൽഹിയിൽ ഇന്നുമുണ്ട്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും അന്ന് ചുള്ളിക്കാടിൻ്റെ 2 വരി എഴുതി ഞങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് എഴുതി അയക്കുകയും ഒക്കെ ചെയ്തു. ലോറിക്കടിപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ വന്നൂതിക്കെടുത്തുന്നു പാദവിളക്കുകൾ എന്ന് മാത്രം എഴുതിയ ഒരു മെസ്സേജ് വരികയും ഞങ്ങളെല്ലാം അമ്പരപ്പിലാക്കുകയും ഞങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്ത ഒരു യുവതിയാണ് ഡൽഹിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്നതിന് കാരണം യേശുദാസിൻ്റെ പാട്ടുകളാണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് അവരുടെ പൂമുഖത്ത് അവർ ഊണ് കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ അവർ കിടന്നുറങ്ങുന്ന സ്ഥലത്തെല്ലാം മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതിലെല്ലാം നിരന്തരമായി അവർ കേൾക്കുന്ന അവർ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും വ്യസനങ്ങൾ മാത്രം ആഗിരണം ചെയ്യുകയും അതും മാത്രം കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ സ്ത്രീ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരേ ഒരു ശബ്ദം കൊണ്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരാളെ വിമോചിതനാക്കുക എന്നത് ഒരു ശബ്ദത്തിൻ്റെ ഒരു ആവശ്യവും അതിൻ്റെ ഒരു നിലയും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് KG യേശുദാസ് എന്നുള്ള ഗായകനാണ്. അദ്ദേഹത്തെ MP ശ്രീനിവാസിൻ്റെ ഉണ്ണിയേട്ടൻ പറഞ്ഞു, MP ശ്രീനിവാസിൻ്റെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് കൊണ്ടാക്കുന്നത് തൃശ്ശൂരിലെ പാർട്ടി ഓഫീസിലാണ് എന്നുള്ളത് നമുക്ക് എത്ര പേർക്ക് അറിയാം. അവിടെ വെച്ചാണ് MP ശ്രീനിവാസിനെ കാണുന്നത് പോലും. ആ വിപ്ലവ വീര്യം അദ്ദേഹം ജീവിതത്തിലുടനീളം കൊണ്ടു നടന്നു. അതുകൊണ്ടാണ് ഒരു ഗായകൻ മാത്രമല്ലാതെ ആവുകയും ഒരു സമൂഹത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ വ്യതിരിക്തതയിലേക്കും അതിൻ്റെ നിർണായക സ്ഥാനത്ത് നില ഉറപ്പിക്കുന്നതിനുമൊക്കെ യേശുദാസ് പ്രാപ്തനാവുന്നത് അങ്ങനെയാണ്. ഒരിക്കൽ സക്കറിയ പറഞ്ഞു, യേശുദാസിന് ഒരു തെറ്റുപറ്റിയാൽ അത് യേശുദാസിൻ്റെ തെറ്റു മാത്രമല്ല, അത് കേരളത്തിൻ്റേത് കൂടെ ആവും എന്ന് പറഞ്ഞതിനൊരു വലിയ മാനമുണ്ട്. കാരണം
അത്രമാത്രം സമൂഹവും മലയാളവും യേശുദാസ് എന്നുള്ളതിൻ്റെ പര്യായമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വെറുമൊരു മലയാളം എന്നുള്ളത് യേശുദാസിനെ മാറ്റിക്കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ധ്രുവദീപ്തിയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു. അത് ഈ 85-ാം വയസ്സിലും അദ്ദേഹം കൊണ്ടു നടക്കുന്നു എന്നുള്ളത് അറിയുമ്പോൾ നാം എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം. ഈ 85 ഈ ചാന്ദ്രദിനങ്ങൾ മുഴുവൻ 100 കടന്ന് യാത്രയാവട്ടെ. സ്വരലയ്ക്ക് ഇതുപോലുള്ള വലിയ സംഗീതജ്ഞൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഇന്ന് ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇത് ആഘോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു മാതൃകയായി ലോകം മുഴുവൻ ആഘോഷിക്കാൻ ഇടവരട്ടെ. അത് അജയേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഈ വലിയ ഈ സമ്മേളനമുണ്ടല്ലോ, ഇത് ലോകത്തിനൊരു മാതൃകയാവട്ടെ. നാം സംഗീതത്തിലൂടെ മാത്രം ചിരിക്കുകയും ഉണരുകയും പ്രേമിക്കുകയും സല്ലപിക്കുകയും കരയുകയും ചെയ്യാൻ ആവട്ടെ. അത് യേശുദാസ് അതിന് നിമിത്തമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. നന്ദി. ശ്രീ വിനോദ് മങ്കര. യേശുദാസ് അറ്റ് 85 പ്രഭാഷണത്തിനായി ചെമ്പൈ സംഗീത കോളേജ് പ്രിൻസിപ്പൽ ശ്രീ മനോജ് കുമാർ തൊടുപുഴയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹത്വ വ്യക്തികൾക്കും എൻ്റെ മനസ്സിൻ്റെ ഭാഷയിൽ വലിയൊരു നമസ്കാരം. നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ദാസേട്ടൻ്റെ ഈ 85-ാം പിറന്നാൾ സ്വരലയ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം വലിയ താരങ്ങളുടെയൊക്കെ പിറന്നാളൊക്കെ ആഘോഷിക്കുന്നത് ഒന്നുകിൽ ഫാൻസുകാരായാലും ആരാധകരൊക്കെ ആയാലും കേക്ക് മുറിച്ചും പായസം വിതരണം ചെയ്തും അങ്ങനെയൊക്കെയാണ്. ഇതൊത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ 85 പാട്ടുകൾ പാടിക്കൊണ്ട് ഇങ്ങനെയൊരു വേദി ഒരുക്കുക എന്നുള്ളത്. അതൊരു വിഭിന്നമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേദി ചെമ്പൈ സ്വാമികളുടെ പ്രഥമ ശിഷ്യനും അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു ശിഷ്യനുമായ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ശിഷ്യനായ ദാസേട്ടൻ ആ വേദി ഇവിടെ ആയതിലുള്ള ചെമ്പൈ കോളേജിൽ തന്നെ ആയതിലൊരു സന്തോഷം. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയേണ്ടത് അജയൻ സാറിനോടാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ സ്വരലയുടെ ഒരു മെമ്പർ പോലെ തന്നെയാണ് എന്നെ സാർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കുറേയേറെ വേദികൾ ഇങ്ങനെ നമ്മുടെ ചെമ്പൈ സംഗീത കോളേജിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ദാസേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ശാസ്ത്രീയ സംഗീതവും ലൈറ്റ് മ്യൂസിക്കും സിനിമാ ഗാനങ്ങളും ഇതുപോലെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഗായകൻ അല്ലെങ്കിൽ ഇതുപോലൊരു പണ്ഡിതൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദ ഗാംഭീര്യത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു ഭാരത് രത്ന കൊടുക്കേണ്ട അവാർഡ് കൊടുക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഭാരത് രത്ന കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്ഷമിക്കണം നിങ്ങൾ. അരികിൽ ദാസേട്ടനുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അത് ഞാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞത് കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ദാസേട്ടൻ എന്നുള്ളൊരു വികാരം എന്നിൽ കയറി കൂടിയോണ്ടായിരിക്കും എനിക്കിങ്ങനെ തോന്നിയത്. ഞാൻ പെട്ടെന്ന് വിനോദ് സാറ് പറഞ്ഞു അരികിൽ നീ എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കാരണം എൻ്റെ ശബ്ദം ശരിയില്ലെന്ന് എനിക്കറിയാം, കൊച്ചിലെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വയലിനെടുത്തത്. അതുകൊണ്ട് നീ അവസ്ഥയിലൊരു എത്തി. പാട്ടെടുത്ത് കഴിഞ്ഞാൽ ശരിയായി പോയേനെ ഞാൻ. എല്ലാവർക്കും ഒരിക്കലും കൂടി നമസ്കാരം, എന്നെ ക്ഷണിച്ചതിനും എല്ലാവർക്കും. താങ്ക് യു സർ. പ്രഭാഷണം നടത്തിയ വയലിനിസ്റ്റും ചെമ്പൈ മ്യൂസിക് കോളേജ് പ്രിൻസിപ്പലുമായ ശ്രീ മനോജ് കുമാർ തൊടുപുഴയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം യേശുദാസ് അറ്റ് 85 പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്നതിനായി സ്വരലയ സംഗീത സംയോജകൻ ശ്രീ പി സത്യൻ. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന ഗുരുതുല്യരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സദസ്സിലുള്ള പാട്ടുകാരും പാട്ടുകാരുടെ രക്ഷിതാക്കൾക്കും
ഞങ്ങളുടെ ഈ ഒരു മഹാസംരംഭത്തിന് നിങ്ങൾ കൂടെ നിന്നതിലാദ്യം എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു സംഗീത ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദാസേട്ടൻ അറ്റ് 82 മുതൽ നമ്മൾ സ്വരലയ തുടങ്ങിയതാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ സെലക്ഷൻസ് വരുമ്പോൾ 100 വെച്ചാലും മതിയാവില്ല. അപ്പോൾ നമ്മൾ സ്വരലയ കണ്ടിന്യൂസ് ആയിട്ട് 100, 101, 102, 103 അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പാട്ടുകാരും നമുക്ക് ഒരുപാട് പാട്ടുകാരുണ്ട്. അവരുടെ പരിമിതി വെച്ചിട്ടായിരിക്കും ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് റിഹേഴ്സലൊക്കെ ചെയ്ത് ഒരു നല്ലൊരു സംഗീത വിരുന്ന്, സംഗീത മാരത്തോൺ നിങ്ങൾക്ക് കാഴ്ചവെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദാസേട്ടൻ്റെ ശബ്ദത്തിനെ പറ്റി അജയൻ സാറ് പറഞ്ഞു, രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം നമ്മൾ ഉറങ്ങുമ്പോഴും ഈ ശബ്ദം 1964 മുതൽ കേട്ടിട്ട് എനിക്ക് ദാസേട്ടനൊന്ന് തൊടണം എന്നൊരാഗ്രഹം. സാഹസികമായിട്ട് ഇതിൻ്റെ മുന്നിലുള്ള ഗവൺമെൻറ് മോയൻ ഗേൾസ് സ്കൂളിൽ ദാസേട്ടൻ വന്നപ്പോൾ സ്റ്റേജിൻ്റെ അകത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പോയി തൊട്ടിട്ട് തിരിച്ചോടി വന്നു. ചെറുപ്പം 74. അതിനുശേഷം ഒരുപാട് വേദികളിൽ സംവദിക്കാൻ പറ്റി. അതൊരു ഭാഗ്യം തന്നെ പറയും, ഭാഗ്യമായിട്ട് കരുതുന്നുള്ളൂ. സ്വപ്നമാണ്, അതായത് സ്ട്രോങ് ഡിസയർ, ദാസേട്ടനെ കാണണം. അത് സാധിച്ചു. സംഗീതത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്കും നല്ലൊരു ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നല്ല ഗായകരായി മാറും. എല്ലാവരും നന്നായിട്ട് പാടുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വന്നവർ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സ്വരലയ പാലക്കാടിൻ്റെ യൂട്യൂബ് ചാനലായ youtube.com/സ്വരലയ പാലക്കാട്, ഈ ചാനലിൽ യേശുദാസ് അറ്റ് 85 ഉടൻ വരുന്നു. യേശുദാസ് അറ്റ് 85 70ഓളം ഗായകർ 85ഓളം ഗാനങ്ങൾ ആലപിച്ച് ആലേഖനം ചെയ്ത ആ ലൈവ് ടെലികാസ്റ്റ് ഈ ചാനലിൽ താമസിയാതെ ഉണ്ടായിരിക്കുന്നതാണ്. ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായി തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു. മലയാളി മനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അകലെ അകലെ നീലാകാശം. മിടുമിടുക്കി എന്ന ചിത്രത്തിനു വേണ്ടി MS ബാബുരാജ് ഈണം നൽകി ശ്രീകുമാരൻ തമ്പി രചിച്ച ഈ ഗാനം രജി സദാനന്ദനും മായ ലക്ഷ്മിയും ചേർന്ന് ആലപിക്കുന്നു. പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലുറങ്ങാം. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം. കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ
വൃശ്ചിക പെണ്ണേ വേളിപ്പെണ്ണേ വെറ്റിലപ്പാക്കുണ്ടോ വൃശ്ചിക പെണ്ണേ വേളിപ്പെണ്ണേ വെറ്റിലപ്പാക്കുണ്ടോ जाने मन तेरे दो नयन चोरी चोरी लेके गए देखो मेरा मन जाने मन जाने मन जाने मन मेरे दो नयन चोर नहीं सजन तुमसे ही खोया होगा कहीं तुम्हारा मन जाने मन जाने मन जाने मन श्रावणम वंदू നിന്നെ തേടി ശ്യാമ